കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബേപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ 40ാം വാർഷിക സമ്മേളനം നടന്നു. ഫറൂഖ് വ്യാപാര ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം KPCC മെമ്പർ MP ആദം മുൽസി ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷൻമാരുടെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും സംഘടനാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ സർക്കാർ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. മെഡിസെപ് അപാകതകൾ പരിഹരിച്ച് പെൻഷൻകാർക്ക് പൂർണ്ണമായി ലഭിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് KPCC മെമ്പർ MP ആദം മുൽസി പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ 40ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ഏതൊരു സംഘടനയും ആ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി, അവർക്ക് പുതിയ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് KSSPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആമുഖ പ്രസംഗത്തിലും അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ സമരം നടത്തുന്നത്, അതല്ലെങ്കിൽ സമരപാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സമയം കിട്ടാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഫറൂഖ് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ K റീജ മുഖ്യാതിഥിയായി. KSSPA ജില്ലാ സെക്രട്ടറി OM രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് PT സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കോശി അലക്സ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ KK ഗോകുലൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. KSSPA ജില്ലാ ട്രഷറർ T ഹരിദാസൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CM സതീദേവി, K രവീന്ദ്രനാഥൻ മാസ്റ്റർ, K സുബ്രഹ്മണ്യൻ, ഷാജി പറശ്ശേരി, മധു ഫറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. N ഹരിദാസൻ, K ശ്യാമള എന്നിവർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. PT സേതുമാധവനെ പ്രസിഡന്റായും കോശി അലക്സിനെ സെക്രട്ടറിയായും ട്രഷററായി KK ഗോകുലിനെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.